ഇന്ന് നമുക്കൊരു പുതിയ പാഠത്തിലേക്ക് പോവാം. പാഠം ഒരു ടിപ്പണിയാണ്. ആദ്യം നമ്മളൊരു കഥ വായിച്ചു, ബീർ ബഹുട്ടി എന്നുള്ള കഥ. ആ കഥയിൽ സാഹിലും ബേലയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കാര്യങ്ങളും അവർ പിരിഞ്ഞു പോകുന്നതും അവർ തമ്മിൽ സംഭാഷണം നടത്തുന്നതും അതിലൊരു പട്കഥ എഴുതി, ഒരു ഡയറി എഴുതി, അങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ ചെയ്തു. അപ്പോൾ ഇനി ഈ പാഠത്തിൽ ഒരു ടിപ്പണി എങ്ങനെ എഴുതാം എന്നാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടിപ്പണി പറഞ്ഞാൽ ഒരു കവിതയ്ക്ക് ഷോർട്ട് നോട്ട് എഴുതാം. ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, അതാണ് ഈ പാഠത്തിൻ്റെ പേര്. അതൊരു കവിതയുടെ പേരാണ്. ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ. അതിൻ്റെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ മീനിങ്. ഹതാശ പറഞ്ഞാൽ നിരാശ, ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, നിരാശയോടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. വിനോദ് കുമാർ ശുക്ല की കവിത पर നരേഷ് സക്സേന की ടിപ്പണി. വിനോദ് കുമാർ ശുക്ല എഴുതിയതാണ് കവിത. ആ കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതിയ ടിപ്പണിയാണ് ഇത്. അപ്പോൾ കവിത ഏതാണെന്ന് ആദ്യം നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, കവിത വിടേണ്ട നോക്കൂ. हताशा से एक व्यक्ति बैठ गया था. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वो खड़ा हुआ. मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले. दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. നോക്കൂ, ജാനത്തെ थे ഇങ്ങനെ കുറേ വാക്കുകൾ വരുന്നുണ്ട് അല്ലേ? ഇതിനെക്കുറിച്ചൊക്കെ ആ ടിപ്പണിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. വിനോദ് കുമാർ ശുക്ലയുടെ ചെറിയൊരു കവിതയാണ്. ഈ കവിതയ്ക്ക് എങ്ങനെയാണ് ടിപ്പണി എഴുതുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കവിത നമ്മൾ കേട്ടു. ഇതിന് എങ്ങനെയാണ് ടിപ്പണി എഴുതുന്നത് നോക്കാം. കവിത എഴുതിയ ആളുടെ പേര് ഞാൻ പറഞ്ഞു, വിനോദ് കുമാർ ശുക്ല. ഇനി ഇതിന് ടിപ്പണി എഴുതുന്ന ആരാന്നറിയോ? നരേഷ് സക്സേന എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം പറയുന്നത് നോക്കൂ, എങ്ങനെയാണ് ഒരു ടിപ്പണി എഴുതുന്നത്. ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്ത് പറയുന്നു? വിനോദ് കുമാർ ശുക്ല अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. മീനിങ് അറിയുന്നില്ല എന്നൊരു പരാതിയില്ല, ശരിക്കും മലയാളത്തിൽ പറയാം. വിനോദ് കുമാർ ശുക്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരാണ്. अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. അദ്ദേഹം തൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വപരമായ കാര്യങ്ങൾ കവിതയിലൂടെയും കഥയിലൂടെയും തൻ്റെ രചനകളിലൂടെ കൊടുക്കുന്നതോടുകൂടി തന്നെ ഭാഷയ്ക്ക് അൻഗഢതയ്ക്ക് ലഭിക്കാതെ, ഭാഷയുടെ അൻഗഢത എന്ന് പറഞ്ഞാൽ അനുപമമായ ഭാഷ, വളരെ ഭംഗിയായിട്ട് അടുക്കും ചിട്ടയുമുള്ള, മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത വളരെ മനോഹരമായ ഭാഷാ പ്രയോഗം കൊണ്ട് അദ്ദേഹം പ്രസിദ്ധനാണ്. വിഖ്യാതമാണ് പ്രസിദ്ധൻ. किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. ഈ കവിതയിൽ അദ്ദേഹം തൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്തവ്യം എന്താണെന്ന് പറയുന്നതോടു കൂടി തന്നെ കാവ്യശില്പ കെ സിദ്ധ കവി की तरह भी शोभित होते हैं, दिखाई देते हैं. കാവ്യശില്പത്തിൻ്റെ കഴിവുറ്റൊരു കവി എന്നുകൂടി അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നു. എന്താണ് ശില്പത്തിൻ്റെ പ്രത്യേകത? ശില്പം ഒരു ശില്പി ഒരു പാറയിൽ അല്ലെങ്കിൽ ഒരു കല്ലിൽ ഒരു ശില്പം കൊത്തുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ കൊത്തുന്ന സമയത്ത് കൊത്തിക്കഴിഞ്ഞിട്ടാണ് ഒരു കണ്ണ് മറ്റേ കണ്ണിനേക്കാൾ വലുതാണ്. അപ്പോൾ പെട്ടെന്ന് ശില്പി എന്ത് ചെയ്യും? ഉളിയും ചുറ്റികയൊക്കെ എടുത്തിട്ട് മറ്റേ ഒന്ന് രണ്ട് കുത്തൊക്കെ കുത്തിയിട്ട് വലിയ കണ്ണിൻ്റെ പാകത്തിനാക്കി മാറ്റും, അഥവാ പെർഫെക്റ്റ് ആക്കിയിട്ട് മാറ്റും അല്ലേ? ശില്പം പോലെയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാക്കിയിട്ട് മാറ്റാൻ കഴിയും. ഇവിടെ അക്ഷരങ്ങൾ കൊണ്ട്, വരികൾ കൊണ്ട് അദ്ദേഹം കവിതയാകുന്ന ഒരു ശില്പം തീർത്തിരിക്കുകയാണ് ചെയ്തത്. കവിത के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. കവിതയുടെ അർത്ഥം വളരെ ലളിതമായ അർത്ഥമാണ്, സ്വാഭാവികമായിട്ടുള്ള അർത്ഥമാണ്. സാഫ് ഹേ, വളരെ ക്ലിയറാണ്. कि उन्हें व्याख्या की दरकार नहीं है, അത് വ്യാഖ്യാനിക്കേണ്ട, അത് വിശദീകരിക്കേണ്ട അർത്ഥമൊന്നുമില്ല. सरल शब्दों वाले वाक्य स्वयं ही अपना
മർമ്മ കഹ ദേത്തെ ഹെ. വളരെ ലളിതമായ സരളമായ വാക്കുകൾ വ്യാഖ്യാനമില്ലാതെ തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. വ്യക്തിക്കോ മൈ നഹി ജാൻതാ ഥാ ഹതാശാക്കോ ജാൻതാ ഥാ. ആ കവിതയിൽ പറയുന്നുണ്ട്, വ്യക്തിക്കോ മൈ നഹി ജാൻതാ ഥാ, വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഹതാശാക്കോ ജാൻതാ ഥാ, അദ്ദേഹം ദുഃഖിതനാണ്, അദ്ദേഹത്തിൻ്റെ ദുഃഖം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. कहते ही वे जानने की हमारी उस जानी पहचानी रूटी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र और ओहदे या जाति से जानने को जोड़ती है. അപ്പം മനുഷ്യനെ എനിക്കറിയില്ലായിരുന്നു, അയാളെ എനിക്കറിയില്ലായിരുന്നു, അയാളുടെ ദുഃഖം എന്താണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജാനനെ കി ഹമാരി ഉസ് ജാനി പഹചാനി റൂട്ടിക്കോ, അറിയുക എന്നുള്ള പരമ്പരാഗതമായ ഒരർത്ഥമുണ്ട്. ആ അർത്ഥത്തിനെ തകർത്ത് കളയുകയാണ് കവി ചെയ്യുന്നത്. എന്തായാലും അർത്ഥം തകർത്ത് കളയാൻ അടിച്ച് തകർക്കില്ല. നമ്മളിപ്പോൾ ഒരാളെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? അയാളുടെ പേരറിയാം, അയാളുടെ ജാതി അറിയാം, അയാളുടെ വീട്ടുകാരെ അറിയാം, അയാൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണെന്നറിയാം. ഇപ്പം ഈ ചിലവ് ചെയ്യിക്കേണ്ടതുകൊണ്ട് അയാളുടെ ബർത്ത്ഡേ എന്താണെന്ന് അറിയാം, അല്ലേ? അയാളുടെ ബർത്ത്ഡേ എന്താണെന്ന് കൂടി നമുക്ക് അറിയാം. അത്രയാണ് നമുക്കറിയാൻ പറ്റുക. പക്ഷേ കവി പറയുന്നു, അറിയുക എന്ന് പറഞ്ഞാൽ അതല്ല. എനിക്ക് ആ വ്യക്തിയെ അറിയില്ലായിരുന്നു, പക്ഷെ അദ്ദേഹം ദുഃഖിതനാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ അയാളുടെ വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കുക എന്നാണ് അർത്ഥമെന്ന് കവി പറയുകയാണ്. അതാണ് ജാനി പഹചാനി റൂട്ടിക്കോ, പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ അറിയുക എന്ന് പറഞ്ഞാൽ, അതിനെ അദ്ദേഹം തകർത്ത് കളയുന്നു. നാം जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. നമ്മൾ അറിയുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പേരറിയാം, അഡ്രസ്സ് അറിയാം, വയസ്സറിയാം, യോഗ്യത അറിയാം, ജാതി അറിയാം, അല്ലേ? അതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല അറിയേണ്ടത്. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या बाकी भाव मुझे उसके संकट से नहीं जानते तो हम कुछ नहीं जानते. അതെ, ഒരാളുടെ ദുഃഖം, വിഷമം, സങ്കടം ഇതൊന്നും അറിയില്ലെങ്കിൽ നമ്മൾക്ക് അയാളെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറയാം. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? റോട്ടിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ അപരിചിതനാണ് അയാൾ, നമുക്ക് പരിചയമില്ലാത്ത ആളാണ്. പക്ഷേ അയാളെ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ അയാളെ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോവോ? പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പോവില്ല, അല്ലേ? നമ്മുടെ മലയാളികൾ എന്തായാലും പോവില്ല. കാരണം എന്താ? കഴിഞ്ഞ ദിവസം 2 വലിയ കളക്ഷൻ നടന്നതെന്ന് അറിയാലോ നമുക്ക്. കാസർഗോഡുള്ള ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ കുട്ടിക്കും കരുവാരകുണ്ട് അമ്മ വീടുള്ള ഒരു ഇമ്രാൻ എന്ന് പറയുന്ന പെരിന്തൽമണ്ണയുള്ള കുട്ടിക്കും, അല്ലേ? ആ ഇമ്രാൻ എന്ന കുട്ടിയും മരണപ്പെട്ടു പോയി. പക്ഷേ എത്ര പെട്ടെന്നാണ് 18 കോടി രൂപയൊക്കെ വളരെ പെട്ടെന്നുണ്ടാക്കിയത്. ആ ഇമ്രാനെയോ മുഹമ്മദിനെയോ നമ്മൾ അറിഞ്ഞതുകൊണ്ടാണോ? അല്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും സഹായിക്കേണ്ടടുത്ത് സഹായിക്കും. അപ്പോൾ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളെ മലയാളികൾക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് സാന്ദർഭികമായിട്ട് പറയാം. ഓക്കെ. घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അയാളെ നമുക്കറിയില്ല എന്ന്? വാസ്തവമേം हम जानते हैं कि ये व्यक्ति मुसीबत में है और उसे हमारी मदद की ज़रूरत है. യഥാർത്ഥത്തിൽ നമുക്കറിയാം ആ മനുഷ്യൻ മുസീബത്ത് മേ ഹേ, അദ്ദേഹം എന്തോ ഒരു വിഷമത്തിലാണ്. और उसे हमारी मदद की ज़रूरत है, അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മുടെ സഹായം ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ കവിത മനുഷ്യ की तरह जानने की याद दिलाती है. ഈ കവിത മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നാണ് പഠിപ്പിക്കുന്നത്. कविता लगातार नहीं जानना और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें. കവിതയിൽ നിരന്തരം നെഹി ജാന്ന, ജാനന എന്നുള്ള പദങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്. ശില്പത്തിൻ്റെ, കാവ്യശില്പത്തിൻ്റെ ആ ചെറിയ കൊത്തുപണി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. നോക്കൂ, जानता था. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. 2 പ്രാവശ്യം जानता था വന്നു. हम एक दूसरे को नहीं जानते थे,
സാത്ത് സാത്ത് ചലനെ ജാനത്തെ थे രണ്ട് സ്ഥലത്ത് ജാനത്തെ थे എന്ന് വന്നു. നോക്കൂ, അത് വായിച്ചു നോക്കൂ. ആ വരികളാണത്, കവിതയിലെ വരികൾ എടുത്ത് എഴുതിരിക്കുക. ये नहीं जानना और जानना कविता में किसी लोकगीत की स्थाई की तरह बार बार लौटता है. ഈ അറിയുക അറിയില്ല എന്നുള്ള ആ പദങ്ങൾ ഈ നാടൻ പാട്ടിൻ്റെ വായ്ത്താരി പോലെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വായ്ത്താരി ഒന്നും അറിയാലോ അല്ലേ, ആവർത്തിച്ച് പറയുന്ന ആ വരികൾ. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा है. ഇനി കവിയെക്കുറിച്ചൊന്ന് പുകഴ്ത്തി എഴുതുകയാണ് ഇദ്ദേഹം. ഗദ്യ കവിതയായിട്ടുള്ള, ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള കവിത അഥവാ ഗദ്യ കവിതയിൽ ഇത്രയും മനോഹരമായിട്ട് വരികൾ ഒപ്പിച്ച് അതിനൊരു രീതി, ഒരു ഈണമുണ്ടാക്കിയിട്ടുള്ള ഒരു കവിത ഇതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല എന്ന് അദ്ദേഹം പറയുന്നു. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आप से आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. ഇനി ഈ കവിതയുടെ ആവർത്തനം പറയുന്നു, വേറൊരു പ്രത്യേകത പറയുന്നത് ജैसे किसी ഗസൽ में ആഖിരി ഷെയർ की ആഖിരി ശബ്ദ. ഗസലില്ലേ, ഗസലുകൾ എന്നാൽ ശരിക്കും ഉറുദു പ്രണയ കാവ്യങ്ങൾക്കാണ് ഗസൽ എന്ന് പറയുക. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് അല്ലേ, മുംബൈയുടെ അതുപോലെ ഒരുപാട് ഹിന്ദി പാട്ടുകാരുടെയൊക്കെ, പങ്കജ് ഉദാസിൻ്റെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെയൊക്കെ നോക്കുക, ഈ ഗസലിൻ്റെ അവസാനത്തെ വരിയുടെ അവസാനത്തെ വാക്ക് നമ്മളറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകും, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ജैसे किसी गज़ल में आखिरी शेर की आखिरी शब्द, അവസാന വരിയുടെ അവസാന വാക്ക് ശ്രോതാവും की जुबान पर आपसे आप आ जाते हैं, ഈ കേൾവിക്കാരുടെ നാവിൽ ഇങ്ങനെ അറിയാതെ വരുന്ന പോലെയാണ് ഈ വരിയിൽ, ഈ കവിതയിൽ വരുന്ന വരികൾ. വൈസെ ഹി ഇസ് കവിതയ്ക്ക് അന്തിം ശബ്ദയാനി, അങ്ങനെയാണ് ഈ കവിതയുടെ അവസാന വാക്ക് അഥവാ സാത്ത് സാത്ത് ചലന എന്നുള്ള വാക്ക്. കെ ബാദ് യദി സാത്ത് സാത്ത് ചലന എന്നുള്ള പദത്തിന് വാക്കുകൾ പിന്നെ വരികൾക്ക് ശേഷം യദി കവിത പാഠ് റോക്ക് ദിയ ജായത്തോ, പാഠങ്ങൾ അവസാനിപ്പിക്കുക വിചാരിക്കുക, तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. അവിടെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ വായനക്കാരെന്ത് ചെയ്യുമായിരുന്നു, സാത്ത് സാത്ത് ചലന കഴിഞ്ഞിട്ട് ജാനത്തെ थे എന്നറിയാതെ നമ്മൾ പറഞ്ഞു പോകും. അഥവാ ആ കവിതയുടെ ഈണത്തിൻ്റെ പ്രത്യേകത പറഞ്ഞത്. इस कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. ഈ കവിത ജാനന എന്നുള്ള വാക്കിൻ്റെ പരമ്പരാഗത അർത്ഥത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്നു. ഇസ് കവിത की पहली दो पंक्तियों में ही कवि अपनी पूरी बात कह देते हैं. കവിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ആദ്യത്തെ രണ്ട് വരിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. शेष पंक्तियां उसी कहे गए को और सखन और गहरा कर देती है. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ആ ആദ്യം പറഞ്ഞ രണ്ട് വരികളെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാനും ആഴത്തിൽ പറയാനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായിരുന്നു ഒന്നാമത്തെ വരി, രണ്ടാമത്തെ വരി? ഉസ് വ്യക്തിക്കോ मैं नहीं जानता था पर हताशा को जानता था. ആ വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ ദുഃഖം എനിക്കറിയാമായിരുന്നു അല്ലേ. അത് കവിത കാ സന്ദേശ ഹേ, കവിതയുടെ സന്ദേശം ഇതാണ്. ദോ മനുഷ്യോं के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है, जानकारियाം ज़रूरी नहीं. രണ്ട് മനുഷ്യർ തമ്മിൽ മനുഷ്യത്വത്തിൻ്റെ പേരിൽ അറിയണം. മാനവികത അഥവാ മനുഷ്യത്വം, മാനുഷികമായ പരിഗണന പറയില്ലേ, അങ്ങനെ മാനുഷികമായിട്ടാണ് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത്, അല്ലാതെ അറിഞ്ഞിട്ടൊരു കാര്യമില്ല, അതിൻ്റെ ഒരു ആവശ്യവുമില്ല എന്ന്. അതാണ് സന്ദേശം. കിന്തു ഏ സന്ദേശ് കവിതാമേ ഉപദേശ് കി തറ നഹീ ജാതാ. പക്ഷേ ഈ മെസ്സേജ് ഇതിൽ ഒരിക്കലും ഒരു ഉപദേശമായിട്ട് വരുന്നുമില്ല. ഇതാണ് ഈ കവിതയിൽ പറയുന്നത്. കവിതയുടെ ആശയം മനസ്സിലായല്ലോ. രണ്ട് മനുഷ്യർ, ഒരാൾ മറ്റൊരാളെ കാണുന്നു, അയാൾ മറ്റേയാളെ ശരിക്കറിയില്ല, പക്ഷെ ശരിക്കറിയാം എന്ന് പറഞ്ഞാൽ പേര്, അഡ്രസ്സ്, ജാതി, മതം ഒന്നും അറിയില്ല,
പക്ഷേ അദ്ദേഹം ദുഃഖിതനാണെന്ന് മനസ്സിലാക്കുന്നു. അതുതന്നെയാണ് ഈ കവിതയിൽ ആവർത്തിച്ച് പറയുന്നത്. എങ്ങനെയാണ് ഒരു ടിപ്പണി എഴുതേണ്ടതെന്ന് ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ പാരഗ്രാഫിൽ കവിയെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ പാരഗ്രാഫിൽ കവിതയുടെ ശില്പ ഭംഗിയെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ശൈലിയെക്കുറിച്ച് പറഞ്ഞു, വരികളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു. അവസാനം അതിൻ്റെ സന്ദേശേഹിക്കുന്നുണ്ട്, അതിൻ്റെ മെസ്സേജും പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം ഇത് കേൾക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത വർക്കുകളിലേക്ക് പോവാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.